ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോഴി ചുടുന്ന വ്ളോഗാണ് ഗായ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞെങ്കിൽ പെരുന്നാളിൻ്റെ പിറ്റേസം എല്ലാവരും മാമാൻ്റെ ഉണ്ടായിരുന്നു, പപ്പാൻ്റെ ഫാമിലിയിലത്തെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കോഴി ചൂടാൻ പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ സ്ഥലം ചൂടാക്കിയത് നമ്മളെ പോലെയാണ് ഗായ്സ്. അങ്ങനെ മാമാൻ്റെ പറഞ്ഞ കുറച്ച് മീറ്റാണ് നമ്മളെ പോലെ. അപ്പോൾ എല്ലാവരും നമ്മളെ അടുത്തേക്ക് വന്നു. അങ്ങനെ രാവിലെ തന്നെ എല്ലാവർക്കും കോഴി വാങ്ങിയിട്ടായിട്ട് മസാല പെരക്കും ഉമ്മ ഞാൻ പറഞ്ഞു. ഉമ്മ ഞാൻ പെരക്കാനെ പറഞ്ഞിട്ട് കോഴിൻ്റെ മസാല എല്ലാം പെരക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഗായ്സ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. ചിക്കനല്ല, മസാല ഇല്ല, കോൺഫ്ലോർ ഇട്ടിട്ടാ. നീ എന്താ ഡെലി കറി ഗോൾ അടിക്കുന്നത്? ഓക്കെ ഗായ്സ്, ഇനി നമുക്കിലേക്ക് മുന്തിരി ഇടാം. മുന്തിരി ചിക്കൻ ആക്കണോ? മതി ആയിത്തറേ ഗായ്സ്. നമുക്കൊരു ലെയർ ഇങ്ങനെ എടുക്കണം ഗായ്സ്. ഇങ്ങനെ മിക്സ് ആക്കാൻ വേറൊരു രസമാണ്. ഉമ്മച്ചിരിക്കുന്നുണ്ട്. ഞാനല്ല വൃത്തിക്ക് കയ്യല്ല കവിന് മീത്തന്നേ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്വന്തം മസാല. നമ്മ ഇതിലേക്ക് തുർക്കിഷിന്റെ ഫ്രൈ മസാല ഇടുന്നതാണ്. ചിക്കൻ മസാല. ഇതിന് ഉപ്പുണ്ടല്ലോ ഉമ്മ. ഓക്കെ ഗായ്സ്, നമ്മൾക്ക് മൂക്കില് കയറി. എന്ത്? മൂക്കില് കയറുന്നു, മൂക്കില്. ഇത് മസാല കട്ടിയായല്ലോ. അത് കേട് കേട്. കുഞ്ഞാമാരെല്ലാരും കാണുന്നെങ്കിൽ ഞാൻ നല്ല പായ മസാല ഉപ്പ് പിടിച്ചിട്ടാ പുളി പിടിച്ചിട്ടാന്നൊന്നും ചെല്ലാൻ നിൽക്കണ്ട. ചിക്കൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് സഫയുടെ കുറവാണ്. വേണ്ട 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 വേണ്ട. അപ്പൊ എല്ലാം അത് അറിയൂ. അത്ര വലിയ ഷോ ആക്കാൻ അറിഞ്ഞു, ചിക്കൻ ആക്കാൻ അറിയുന്നില്ലേ? ഇത് പിന്നെ രാസക്ക് ആ ചങ്കിരലത്തേക്ക് സഫായില്ലേ കുളിപ്പിക്കാലോ കോഴിക്കുട്ടീനെ. അതെങ്കിലേ ബെൽറ്റ് കയ്യിലറിയുന്നില്ല. ഓക്കെ, ഒരു ചിക്കൻ റെഡി. അങ്ങനെ മറക്കണ അപ്പൊ നല്ലതാവും. മന്തിയുടെ മസാല ഞാനാക്കാറാണ്. ഇത് സഫാണ്. മന്തിന്റെ മസാല ഉണ്ടാക്കല് ഗായ്സ്. പപ്പാക്ക് ഇഞ്ചി വെളുത്തുള്ളി വേങ്ങാൻ മറന്നു. സോ പപ്പ ഇഞ്ചി വെളുത്തുള്ളി തൊലിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് ഓർഗാനിക്. അതും ഇഞ്ചി വെളുത്തുള്ളി തന്നെ ആക്കുന്നത്. പപ്പ കുറ്റം സംഭവിച്ചതല്ല, പപ്പാക്ക് മറന്നേന്ന്. അങ്ങനെ പീടേക്ക് പോയിട്ടും മറന്ന് പപ്പാക്ക് സംഗതി അന്ന്. അതുകൊണ്ട് നമ്മക്കില്ലേ ഈ ഒരു ഹെൽപ്പിനൊന്നും പപ്പാനെ കിട്ടി. ഇല്ലെങ്കിൽ പപ്പാനെ കിട്ടിട്ടില്ല ഗായ്സ്. അതിനുണ്ട് ഇപ്പം ഗായ്സ്. ഉമ്മാന്റെ ചിക്കൻ പപ്പ കുളമാക്കി. പപ്പ കുറെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പപ്പാക്കി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചൊരിഞ്ഞു ഗായ്സ്. ഐഡിയ മൂത്തിട്ടാണ് ഗായ്സ് മുടിയെല്ലാം കൊഴിഞ്ഞു പോയത്. ഇതാണ് ഫസ്റ്റിലാണ് ഇപ്പൊ ഇവിടെ ചിക്കൻ പരിക്കുന്ന ആള്. ആ ഫസ്റ്റിലാ കഴിച്ചിട്ട് തീർന്നാ ചിക്കന് ഫ്രൈ ചുഡൽസിന് വരുന്നേണില്ല. ഓക്കെ ഗായ്സ്, ഒരു കോയിൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കാണിച്ചേ ഗായ്സ്. ഇതാണ് നമ്മുടെ ഒരു ചിക്കൻ. പാവം ചണ്ണ കാണിക്കുന്നു. ചണ്ണ ഗായ്സ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് കൊട്ടാകുന്നത് ഞാൻ രാത്രി കാണിച്ചു. ഒരു ട്രാൻസിഷൻ ഇങ്ങനെ ചിക്കനിലേക്ക് ഡബയിലിടാം. ഫോട്ടോ ഇട്ട് കൊടുക്കും. ഉമ്മടിക്കടേക്ക് ഉമ്മ തലയിലേക്ക് എന്നിട്ട് എന്റെ ഉമ്മ അപ്പുറം കൊണ്ടേക്കും അപ്പുറം കൊണ്ടുവച്ചത്. പിന്നെന്ത് ഇതാണ് നമ്മുടെ ചിക്കൻ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഈ സാധനം മൂടി വെച്ചു. ഇതിൻ്റെ ഇവിടേക്ക് ഇതാണ് നമ്മുടെ എരുമ ഗൈസ്. ഇത് നമ്മൾ മൂടി വെച്ചു. ദിസ് ഈസ് അവർ ചിക്കൻ ഗൈസ്. നമ്മുടെ ചിക്കൻ സെറ്റായി.
സോ ഇനി നമ്മൾ ബൈ എല്ലാവരും വന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ എരുമ. ഗൈസ് ഉച്ചക്കഴിഞ്ഞാൽ ഉമ്മാക്കൊരാഗ്രഹം നമ്മ ഇങ്ങനത്തെ ഒരു കാക്ക ആയാൽ മതിയായിരുന്നു എന്ന്. കാക്ക ഇതെന്താക്കുന്ന കാക്ക വായിലിട്ടില്ല. ഗൈസ് കാക്കകൾ വന്ന് നിന്നിട്ടാകുമ്പോൾ ഉമ്മ നോക്കി പറഞ്ഞു നമ്മ ഒരു കാക്കയായി ഞങ്ങൾ നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. ഗൈസ് എനിക്ക് വേവിച്ച് കഴിഞ്ഞു. സോ നമ്മൾ ഈ ചട്ടിയിലിട്ട് ലാസ്റ്റത്തെ ഈ മീനും കുറച്ച് കറിയെല്ലാം ഫ്രൈ ആക്കി ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗൈസ് ഇതെന്താണെന്ന് നോക്ക്, തെങ്ങ് നോക്ക്. അതുകൊണ്ടെന്തത് ഒളിച്ചു നിന്നത്. നമുക്ക് ചിക്കനിനെല്ലാം മസാല ഉണ്ടാക്കാൻ ഇങ്ങനെ ഇഷ്ടം, മാത്രമല്ല തേക്കാൻ പറയുമ്പോൾ നമുക്ക് എന്തോ മധുരമാകും. ഗൈസ് ഈ ചിക്കൻ മുറിക്കുമ്പോൾ ഇതൊന്നും ഞാൻ നോക്കിയില്ല, അങ്ങനെ പരക്കിയിട്ടെല്ലാം വെച്ച് ചോരെല്ലാം വെച്ച് എന്നിട്ടെല്ലാം നമുക്ക് വന്നിട്ടാകുമ്പോൾ പിന്നെ ലേസ് അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സാധനം വരുമ്പോൾ അങ്ങനെ അതെല്ലാം പുള്ളിക്കെല്ലാം കൊടുത്ത് എല്ലാം ആക്കി. എന്നിട്ട് വൈകുന്നേരത്തേക്ക് ചായയും പിന്നെ കായ് കാച്ചിയും ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് എല്ലാവരും വന്ന് പിന്നെ നമ്മൾ ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞു, മുറ്റത്തുനിന്ന് കുടിക്കാമെന്ന്. അങ്ങനെ മുറ്റത്ത് ചായ കൊണ്ടുവച്ച് എന്നിട്ട് നമ്മൾ എല്ലാവരും മുറ്റത്തുനിന്ന് ചായയെല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് എല്ലാവരും ഫാമിലി എല്ലായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇനു പൊരിക്ക് പോകുന്നതാണ്. അങ്ങനെ ഇനു വണ്ടിയിലെത്താൻ സനാണ് ഞാൻ എടുക്കാമെന്നാണ്. കുറേ ആയി വണ്ടി എടുത്തിട്ട് അങ്ങനെ സന വണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് അവൾ പോയി. തിരിച്ച് വരുമ്പോൾ സന എന്തോ ഇത് പറഞ്ഞിട്ട് സന ഇപ്പുറം കയറിയിട്ടിരുന്ന് എനിക്ക് നമ്മൾ പൊരിക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സനാനിപ്പോൾ എല്ലാവരും കളിയാക്കും, നോക്കിക്കോ. പുതിയ തട്ടോന്ന് അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ചാടുന്നുണ്ട്. ഓക്കെ ബൈ, ടൂർ പോയി വരൂ. ബൈ ഗൈസ്. അങ്ങനെ സന വന്നിട്ട് ഉമ്മാനെ ഞാൻ കുറേ ആയിട്ടുണ്ട് ഒട്ടിട്ട് ഞാൻ ഒട്ടിയൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ഉമ്മ ഓട്ടാൻ വേണ്ടിയിട്ട് കയറിയിട്ട് നമുക്ക് എല്ലാവരും പിള്ളേരും കയറിയിട്ടിരുന്നു, പിന്നെ നീര് കയറിയിട്ടിരുന്നു. നേരത്തെ ഞാൻ സന പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരെല്ലാം പോകുന്നതാണ്. അങ്ങനെ ഓരോരു റൗണ്ട് ഇട്ടിട്ട് മാത്രം കാണാനേ. ഗൈസ് ഇവർ രണ്ടാളും ഒരുപോലെയാണ്, രണ്ടാൾക്കും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഇതാണ് ഇവരുടെ ആസ്തെറ്റിക് ഫോട്ടോസ്. അങ്ങനത്തെ ഫോട്ടോസ് ഇവർ എടുക്കും. എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോട്ടറിനെ കിട്ടിയത് എന്തിലൊക്കെ ആണ് നമ്മള്. ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടാക്കും ബുദ്ധിയിലാന്ന്, രണ്ടും പോകുന്നുണ്ട്. ഗൈസ് നിങ്ങൾ പോയി വന്ന് എങ്ങനെയുണ്ട്? കാലിന് കഴിയാത്ത കുഞ്ഞത് കാല് കാണുന്നില്ല മാത്രം. നിലുവിന്റെ കാല് കണ്ട ഗൈസ്? എന്തായി നിലു? എന്തായിട്ടാ നല്ല സുഖത്തിലുണ്ട് നിലു. നോക്കി പഠിപ്പിക്കുന്നുണ്ടാ? നമ്മൾക്ക് ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ചാ വൈകുന്നേരത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് നമ്മൾ കേങ്ങും വാങ്ങിയിട്ടുണ്ടായിന്. കേങ്ങ് ചുട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ചിക്കൻ ഓൾറെഡി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾക്ക്. എന്നിട്ട് അതിൻ്റെ താഴെ കേങ്ങ് വെച്ചിട്ട് കേങ്ങും എന്താക്കി ഫ്രൈ ആക്കിയിട്ടെന്നല്ല, അതിനെന്താ പറയുക, കേങ്ങും പൂങ്ങുന്നില്ല, ഫ്രൈ ആക്കുന്നില്ല, വേവിച്ചെടുത്ത് വരിക, ചുട്ടിട്ടെടുത്ത്. അത് വായിൽ വരുന്നില്ല ഗൈസ്, എന്താ അറിയുന്നില്ല. വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിട്ട് ഇതേ നായ ഓടിയുന്നില്ല. നമുക്ക് വന്നിട്ട് ചോദിച്ചെന്ത് ചോളം ഉണ്ടാ സഫാന്നല്ല കേങ്ങുണ്ടാ സഫാന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേങ്ങുണ്ട്, ചോളം വേണമെങ്കിൽ ചോളം തന്നെയാണ് പറഞ്ഞാ.
ഗൈസ് ഇത്ര വയസ്സായിട്ട് ചോള ഏത് കേങ്ങ ഏത് തിരിച്ചറിയാൻ അയച്ച നമ്മ ഇങ്ങനെ കഥ പറയുമ്പോൾ പറഞ്ഞു ചോളം നല്ല ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ ഒരു ചോളം ഉണ്ടാകാൻ ചോദിക്കണത് ചോദിച്ചത് കേങ്ങ് ഉണ്ടാന്ന് ചോദിച്ചു ഒക്കെ തെറ്റിപ്പോയത്. അങ്ങനെ ഞാൻ കുറെ അയിനെ ഇതാക്കി എൻ്റെ ചിക്കൻ റെഡി. സുന്ദരി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഖത്തറിൽ നിന്നും പണിയെടുക്കുന്നല്ലേ ഗൈസ്. പൊരല് വന്ന് പണിയും എടുക്കില്ല എന്താക്കില്ല എല്ലാം ആക്കി കൊടുക്കുന്നേ കാലിന്റെ പുറത്തിലേക്ക്. എന്നിട്ട് പണിയെടുക്കുന്ന ആളെ അപമാനിക്കുന്നു. ഇതാണ് ഓളെ സ്വഭാവം. നോക്ക് നീ നീ ക്യാമറ പൊത്തുന്നില്ല. അപ്പൊ ഞാൻ കൊല്ലുമ്പോ പാവല്ലേ? ഓ നിക്ക് മിസ്സാന്നാ നമ്മളെ. നീ അപ്പുറം കണ്ടെങ്കിൽ മിസ്സാവും. നീ ഫോട്ടോ കണ്ട നമ്മളെ സ്റ്റോറി കണ്ട? സ്റ്റോറി നോക്കി ചിക്കന് കണ്ടിട്ടാലോ? ഇതാര് പനങ്കി തന്റെ ഒരു കുഞ്ഞാനും മോളും മാത്രം. ഓള് ഇപ്പൊ നാട്ടിലില്ല, അവള് ഖത്തറിലല്ല. അങ്ങനെ ഓളെ എന്നെ വിളിച്ചിട്ട് ഓൾക്കെല്ലാം കാണിച്ചെടുക്കണേ കണ്ടിനാ നോക്ക് പറഞ്ഞിട്ട് കുറച്ച് അപ്പൊ സാറില പോട്ട് എന്താ അറിയണ്ട പറഞ്ഞോ നീ. ആ ചെല്ലേ മാനീസ് എങ്ങനെയുണ്ട്? ടേസ്റ്റി. ആ പറഞ്ഞത് ഒന്നുകൂടി ഒരിക്കൽ പറഞ്ഞതിനു ഇനി അറിയില്ല. അങ്ങനെ ഇപ്പുറത്ത് നമ്മൾ മയണീസിലാക്കിയിട്ട് നമുക്ക് ഇവിടെ കേങ്ങ് റെഡിയായി, പിന്നെ ചിക്കൻ റെഡിയായി, എല്ലാം റെഡിയായി. എന്നിട്ട് ഫ്ലാഷ് കാണിക്കറോ? അല്ലണ ബോളത്തി ഞാനിങ്ങനല്ല ഫ്ലാഷ് അടിക്കണ്ടേ, ഞാൻ നിക്കടിച്ചു ബോള. അങ്ങനെ കേങ്ങ് ഒളിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാവരും അതിൽ നിന്ന് കുറച്ച് എടുത്ത് തോന്നും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ആക്കിയിട്ട് അങ്ങനെ ആക്കി നോക്ക്. കേമ്പ് പിന്നെ അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഇങ്ങനെ ചുട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എന്താക്കി എല്ലാവരും കുറച്ച് എടുത്ത് തിന്നു. എന്നിട്ട് ചിക്കനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി പിന്നെ ഫുഡ് തിന്നാൻ പറഞ്ഞു. ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് ചിക്കൻ, കുബൂസ്, മൈനീസ്, പൊറോട്ട ഇത്ര ഫുഡാണ് നമുക്ക് ഉണ്ടായത്. ഞങ്ങളെ വട്ടയാണിത്. എന്നിട്ട് നമ്മളൊരു വലിയൊരു ബട്ടയാണ്. അതിൽ നമ്മളിങ്ങനെ മന്തി വേവിക്കുക. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അതിൽ നമ്മൾ ഒരു ദിവസം മന്തി കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ജ്യൂസ് അങ്ങനത്തെ എല്ലാം ഇതാക്കാൻ വേണ്ടി നല്ല. അങ്ങനെ ഞങ്ങൾ മന്തി ആ ട്രേ വെച്ചിട്ട് അതിലേക്ക് പൊറോട്ട, കുബൂസ്, ചിക്കൻ, മയണീസ് എല്ലാം നമ്മൾ ഒന്നിലിങ്ങനെ ഇട്ട് എന്നിട്ട് വേണ്ടത് എടുക്കാം നമുക്ക് അതിൽ നിന്ന്. ഇനി ഒരു ബൈറ്റ് നമുക്ക് പൊള്ളിക്കാം. ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയെന്ന് ഒരാൾക്ക് ഒരു പീസ് ചിക്കൻ പിന്നെ അപ്പം എന്ത് വേണ്ടതെന്ന് എടുത്തിട്ട് ഓരോരോ പ്ലേറ്റിലേക്ക് ഇടാം. വലിയ പീസ് ചിക്കൻ വേണ്ടാത്തവർക്ക് ചെറുതായി എടുക്കാം. അങ്ങനെ മതി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഇത് വലിയൊരു സെലിബ്രിറ്റി ആണ് നമ്മള് എതിർന്നിട്ടുണ്ടത്. ഗൈസ് പപ്പക്ക് ബമ്പാണ് ഉമ്മാന്റെ ഒക്കെ എഴുന്നേറ്റ് ഫുഡ് തിന്നുന്നത്. ഫുഡിന്റെ പ്ലേറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നജാക്കതാ
എന്നോട് പിച്ചും കൂടി. അങ്ങനെ നമ്മൾ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് ഫുഡെല്ലാം തിന്ന് പെപ്സിയെല്ലാം ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ പപ്പ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായത്. ഇത് പണ്ട് ഉപ്പ കുടിച്ചോണ്ടുണ്ടായ ഗ്ലാസ്. ഉപ്പക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സാണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഉപ്പ ഇവിടെ വന്നെങ്കിൽ ഉപ്പക്ക് ചായ കൊടുക്കുമ്പോൾ ഇതിൽ ആക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് പപ്പ കുടിച്ച് ലാസ്റ്റ് നമ്മൾ ചിക്കനെ തോന്നിട്ട് ഇങ്ങനെ ആയി. ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് ചിക്കൻ്റെ അവസ്ഥ. ഫുള്ള് ചിക്കൻ ഉണ്ടായത് ഇപ്പോൾ ഫുള്ള് കൊട്ട് മാത്രമായി. ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ എടുക്കുന്ന അതാണ് ഇത്. എന്നിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജീജു വന്ന് നമ്മൾ എല്ലാവരും ജീജുനോട് പാട്ട് പാട് ജീജുനെ മംഗലത്തിൻ്റെ സമയത്ത് ജീജുനെ കൊണ്ട് ഇങ്ങനെ എല്ലാം ആക്കിക്കണം വെച്ചിട്ട് എന്താ നടന്നിട്ട് എന്താ പറഞ്ഞെങ്കിൽ ജീജു വരുമ്പോൾ ബൈതിന് നമ്മളടുത്തേക്ക്. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടായി കാത്തുന്ന ആൾക്കാരെല്ലാം. എന്നിട്ട് ഇപ്പം ജീജു പറഞ്ഞപ്പോൾ ജീജുനെ കൊണ്ട് എന്തായാലും പാടിക്കുവെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ജീജോട് പാടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ ജീജു പറഞ്ഞില്ല ഞാൻ പാടുന്നില്ല, ബാക്കി കുഞ്ഞാൻ്റെ ഹസ്ബൻഡെല്ലാം ഉണ്ട് ഓരെല്ലാം പാടുമെങ്കിൽ ഞാൻ പാടും എന്നല്ല പറഞ്ഞിട്ട് ജീജു കുറേ സ്വീപ്പാക്കി. എനിക്ക് ലാസ്റ്റ് ജീജു പാടിയില്ല കഴിച്ചു മാത്രമേ ഞാൻ അത് കണ്ടിട്ട എന്ത് പറഞ്ഞെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം ഞാൻ കാണാത്ത എന്തെന്ന്. ജീജുന് പാട്ടില്ലാന്നിട്ട് ലാസ്റ്റ് ഉണ്ടായി. ഗായ്സ് എന്റെ മംഗലത്തിന് ജീജുന്റെ പാട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പാട്ട് പാടുന്നല്ല പറയാം. നമ്മൾ ലാസ്റ്റിൻ്റെ പറഞ്ഞു നമുക്ക് പുറത്തെവിടെ ഞങ്ങൾക്ക് പോകാറ്. അങ്ങനെ ഞങ്ങൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഫാമിലി എല്ലാവരുമായിട്ട് ഒരാൾ പോലെ പൊരൽ ബാക്കിയായിട്ടോ ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയി. ചെരുപ്പ് കണ്ടാൽ ആരും ചോദിക്കും മേങ്ങിയത്. ഇവിടെ ഫുൾ ആൾക്കാരും ലുക്കിൽ വന്നിന്. നീ എന്റെ ചെരുപ്പം കൂടി വന്നെടുക്കാം. പപ്പങ്ങന്റെ പോലെ ഫുള്ള് ലുക്കിൽ വരുന്നത് നീലു. നീലു സ്കൂട്ടിയിൽ നിന്ന് ജസ്റ്റ് ഇതായിട്ട് അവളെ കാലിതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ചെരുപ്പൊന്നും അങ്ങനെ ഇടാൻ കഴിയില്ല. അവൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ മാത്രം അവൾ ചെരുപ്പിടുന്ന നേരത്തെ വീഡിയോയിൽ കണ്ടാണ്. അങ്ങനെ അവൾ പോരേന്നിരുന്ന ആ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. കീഞ്ഞിട്ട് വന്ന ഓർമ്മയിലാണ് കാലിലെത്തിയിട്ടാകുമ്പോൾ നമുക്ക് അറിയുന്നത്. അങ്ങനെ നമ്മൾ എന്താക്കി സീ പാർക്കിലേക്ക് പോയതാണ്. ആടെ ഓപ്പൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആടെ പോയിട്ടാകുമ്പോൾ തുടങ്ങി ഗൈസ് ഞങ്ങൾക്ക് വയറുവേദന ഏടുന്നില്ല. അത് വയറുവേദന എന്ത് അറിയുന്നില്ല. പൊരേന്ന് കീമ്പോൾ ഒന്നും ഉണ്ടായിട്ട് ഇവിടെ എത്തിനാ നമുക്ക് വയറുവേദന. അങ്ങനെ ആടുന്ന് ചായ പിന്നെ കോഫി പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ തിന്നുമ്പോൾ നമുക്ക് എന്ത് തിന്നാൻ കഴിയില്ല. ഞങ്ങൾക്ക് വയറുവേദന ഞങ്ങൾക്ക് പൊരിക്ക് വേണം. എനിക്ക് എന്താ പൊരിക്ക് വേണം. ആ ഒരിയിലേക്ക് എത്തി. ഫസ്റ്റ് ഞാൻ ഒരിടയ്ക്ക് ഒന്ന് പോയിട്ടില്ല. ഞാൻ ഒരു സൈഡിൽ നിന്ന് പിന്നെ ഞാൻ മുടപ്പണേ എന്തെന്താ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പോയിന് അന്ന് ചായ കുടിച്ചിന് അപ്പനെ ഞാൻ തേച്ച് പൊരിക്ക് പോകാനായിട്ട് പോയിന്. പിന്നെ അത് കണ്ടിട്ട് ആ സൈറ്റ് മുകളിലില്ലേ ചക്കിളി മുള് അത് തോന്നിന് ഞാൻ. അപ്പോൾ നമുക്ക് വയറ് വേദനിച്ചിട്ടുണ്ടായിട്ടാ. പെട്ടെന്ന് വരുന്ന് പോന്നു എന്ത് കഥയും നമുക്ക് അറിയുന്നുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ ഉമ്മടന് ബാവുമ്മ കഴിഞ്ഞില്ല പൊഴുക്ക് പോവാ എന്ന് പറഞ്ഞ് അങ്ങനെ ആടെ പോയ എല്ലാവരും മൂടും ഞാൻ സ്പോയിലാക്കി ഗൈസ്. എന്ത് പറഞ്ഞെങ്കിൽ പോവാ പൊരിക്കൊക്കെ പറഞ്ഞിട്ട് ഇല്ലാനും അത്ര ആടുന്ന് കേട്ടില്ല. ഇത് നമുക്ക് വേറെ വേദനിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ആടുന്ന എല്ലാവരും ആടുന്ന് കീപ്പിച്ച് ഇവിടെ പൊരുക്കാൻ നമുക്ക് പാട്ടും കളിയെല്ലാം ഉണ്ടായി. ജീജൻ്റെ പറയാം എന്ത് ഞാൻ കണ്ടിട്ടാ നമുക്കാണെങ്കിൽ വേറെ വേദനിട്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിട്ടാ. കുറേ ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ മരുന്നെല്ലാം കയറ്റിയിട്ട് നേരെ പൊരിക്കേക്ക് വന്നു. പിറ്റേ ദിവസം പോയിട്ട് പോണ്ടോലോ വാങ്ങി ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കോഴിച്ചോടുന്ന വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എഴുന്നേക്കും. ബൈ ഗൈസ്. ഇപ്പോൾ തേങ്ങ ചെത്തുന്ന എങ്ങനെയുണ്ടാ കൈയോടൊന്നല്ല ഇപ്പോൾ പുതിയ മിഷനെല്ലാം വന്ന്